ഏഷ്യാനെറ്റിൽ വളരെ മനോഹരമായ രീതിയിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന ഒരു പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ്. പെട്ടെന്നൊരു അപ്രതീക്ഷിത നിമിഷത്തിൽ രേവതി കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോമതിപ്രിയ എന്ന നായികയെ പുറത്താക്കിയതോടെ പ്രിയ പ്രേക്ഷകർക്കും വളരെയധികം നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയായിരുന്നു അക്കാര്യം. ഓണത്തിന് ശേഷമായിരുന്നു ആ അപ്രതീക്ഷിത വാർത്ത പ്രേക്ഷകരെ തേടിയെത്തിയത്. ഗോമതിപ്രിയയെ പുറത്താക്കി പകരം റബേക്ക സന്തോഷ് എന്ന നടിയെ സീരിയലിലേക്ക് എത്തിക്കുകയായിരുന്നു. റബേക്ക സന്തോഷ് എന്ന നടി കസ്തൂരിമാൻ തുടങ്ങിയ നിരവധി പരമ്പരകളിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് എത്തിയത്. എന്നാൽ മലയാളത്തിലെ അടക്കം ആദ്യ പുതുമുഖ നടിയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ഗോമതിപ്രിയ. ആദ്യ സീരിയലിലൂടെ തന്നെ ഗോമതിപ്രിയ മലയാളികൾക്ക് ഏറ്റവും അവരുടെ കുടുംബാംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു താരത്തെയാണ് ഏഷ്യാനെറ്റ് പുറത്താക്കിയത്. ഏതാണ്ട് മികച്ച രീതിയിലുള്ള അവാർഡുകൾ വരെ ചെമ്പനീർ പൂവിന് നേടാൻ കഴിയും. സച്ചിരവതി കോമുകനെയായിരുന്നു സീരിയലിന്റെ മെയിനായി കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സീരിയലിന് ഒരു അർത്ഥവത്വം ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സീരിയലിന്റെ റേറ്റിംഗ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പുറത്തു വന്നപ്പോൾ സീരിയലിന് 14.9 റേറ്റിംഗ് ഉയർന്ന റേറ്റിംഗിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഒരിക്കലും റബേക്ക സന്തോഷ് എന്ന രേവതി ക്യാരക്ടറിന്റെ റേറ്റിംഗ് ആയി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അത് തെളിവ് സഹിതം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഗോമതിപ്രിയയും റബേക്ക സന്തോഷിനെയും വെച്ച് രേവതി എന്ന കഥാപാത്രത്തെ നോക്കുമ്പോൾ ഒരിക്കലും അതിലേക്ക് എത്താൻ നടിക്ക് സാധിക്കില്ല. കാരണം ഗോമതിപ്രിയ മാത്രമേ രേവതിയായി, അത് ഏത് ഭാവത്തിലും രൂപത്തിലും രേവതിയായി മാറാൻ ഗോമതിപ്രിയയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ കണ്ടവർക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഗോമതിപ്രിയ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ പ്രിയതമയായി മാറിക്കഴിഞ്ഞ ഒരു പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞാണ്. കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും അവരുടെ ഒരു കുടുംബാംഗമായി മാറിക്കഴിഞ്ഞ താരമായിരുന്നു ഗോമതിപ്രിയ. അതുപോലെ കഴിഞ്ഞ ആഴ്ച റേറ്റിംഗ് വന്നപ്പോൾ 14.9 ചെമ്പനീർ പൂവ് നേടിയത്. തുടർച്ചയായ വാരങ്ങളിലും 1ാം സ്ഥാനം തുടരുകയാണ് ചെമ്പനീർ പൂവ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച റേറ്റിംഗിൽ റബേക്ക സന്തോഷ് എന്ന നടിക്ക് യാതൊരു സ്ഥാനവും ആ റേറ്റിംഗിൽ ഓർമ്മിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ആ സീൻ സച്ചിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെ അമ്മയായി അഭിനയിക്കുന്ന നടിയുടെയും അതുപോലെ തന്നെ സഹോദരങ്ങളുടെയും അച്ഛന്റെയും ഹോസ്പിറ്റൽ സീനായിരുന്നു ആ പരമ്പരയുടെ ഭാഗമായി കഴിഞ്ഞ ഭാഗമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ സ്നേഹബന്ധത്തിന് കിട്ടിയ ഒരു ഇതാണ് സച്ചിയുടെയും രേവതിയുടെയും കോംബോയ്ക്ക് കിട്ടുന്ന ഒരു റേറ്റിംഗ് അല്ല ഈ ഒരു റേറ്റിംഗ് എന്ന് കൃത്യമായി നമുക്ക് കണക്ക് കൂട്ടി പറയാൻ കഴിയും. അതേപോലെ തന്നെ മലയാളിയുടെ പ്രിയ താരം ഗോമതിപ്രിയ മലയാളത്തിലേക്ക് 2025 പുതിയ പരമ്പരയിലൂടെ എത്തുന്നുവെന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളിലേക്ക് പങ്കിടേണ്ടി വരും. കാരണം ഗോമതിപ്രിയ അതുപോലെ മലയാളത്തിൽ ഗോമതിപ്രിയയുടെ ഒരു വെബ് സീരീസ് കൂടി കടന്നു വരുന്നുണ്ട്. അതും 2025 തന്നെ ഉണ്ടാകും. വെബ് സീരീസിലൂടെ വീണ്ടും മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോമതിപ്രിയയെ വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മലയാളത്തിൽ മറ്റൊരു സീരിയലിലൂടെ മറ്റൊരു പരമ്പരയിലൂടെ വീണ്ടും ഗോമതിപ്രിയ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആ പരമ്പര ഏതാണ്, ചാനൽ ഏതാണ് തുടങ്ങിയ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വാരങ്ങളിൽ വരും ദിനങ്ങളിൽ വരും വാരങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രിയ താരം ഗോമതിപ്രിയ തന്നെ നിങ്ങളുമായി അത് പങ്കുവയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ശുഭപരമായ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഗോമതിപ്രിയയുടെ മികച്ചൊരു തിരിച്ചുവരവ് ആയി മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയൊരു വർഷത്തെ സ്വീകരിക്കുമ്പോൾ മറ്റൊരു അടിപൊളി സന്തോഷവുമായി നമുക്ക് കാത്തിരിക്കാം.